ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കെനിയ യാത്ര തുടരുകയാണ്. ഇപ്പോൾ പോകുന്നത് മസായി എന്ന ഇവിടുത്തെ ആദിമ വിഭാഗം താമസിക്കുന്ന ഒരു ഗ്രാമം കാണാനാണ്. ഇതാണ് ഗ്രാമത്തിൻ്റെ പേര്. മന്യട്ട എന്ന് നമ്മൾ വായിക്കും, അവരുടെ ഉച്ചാരണത്തിൽ വേറെയാണ്. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. കാടിന് ഉള്ളിൽ തന്നെയാണിത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരത്തായിട്ട്. You can wait outside, go to your camp outside. If you want to join them to dance with them, you can join പ്രധാനപ്പെട്ട അതിഥികൾ വന്നാലോ അല്ലെങ്കിൽ വലിയ യുദ്ധമോ വലിയ വേട്ടയോ ഒക്കെ കഴിഞ്ഞ് വലിയ ഇരയുമായിട്ട് വരുന്നവർ, ഇങ്ങനെയൊക്കെയുള്ളവരെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. അവരുടെ പാരമ്പര്യ രീതിയാണ് ഈ സ്വീകരണം. വലിയ വേട്ടക്കാരാണ്, അതുപോലെ നല്ല പോരാളികളുമാണ് മസായി വിഭാഗം. സിംഹങ്ങളെയൊക്കെ വേട്ടയാടുന്നതിന് നല്ല സാമർഥ്യമുള്ളവരാണ്. അതുപോലെ വസ്ത്രധാരണ രീതി ശ്രദ്ധിക്കുക, അറിയാമല്ലോ, കടും നിറങ്ങളോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ചുവപ്പും കറുപ്പും ഒക്കെ ആയിട്ട്. നല്ല ഉയരം, 6-7 അടി ഉയരം, അതുപോലെ നല്ല ഉറപ്പുള്ള ശരീരം. ഇങ്ങനെ മസായികളെ വേഗത്തിൽ നമുക്ക് മറ്റുള്ള വിഭാഗത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. കെനിയയിലെ മസായ് മാരയിലും ടാൻസാനിയയിലെ സെറങ്കാട്ടിയിലുമാണ് ഇവർ കൂടുതലുള്ളത്. പശുക്കളെയൊക്കെ വളർത്തുക, അവരുടെ പാല്, അതുപോലെ വേട്ടയാടിയ മൃഗങ്ങളുടെ മാംസം, ഇതൊക്കെയാണ് അവരുടെ പ്രധാന ഭക്ഷണം. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് ഒരു 1980-കൾ വരെ ഇവരുടെ പ്രധാന ഭക്ഷണം തന്നെ മാംസവും അതുപോലെ പാലും മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പച്ചക്കറികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അരിയൊക്കെ കുറേശ്ശെ ഉപയോഗിക്കാൻ തുടങ്ങി. വേട്ടയാടുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ളതുകൊണ്ട്. ഇവരുടെ ജീവിത നിലവാരം വളരെ കഷ്ടമാണ്. പാല് ധാരാളം ഉണ്ടെങ്കിലും പാൽ ഉൽപ്പന്നങ്ങളൊന്നും അവരുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാമ്പത്തിക വളർച്ചയില്ല. അതുപോലെ കരകൗശല വസ്തുക്കൾ അവരുണ്ടാക്കുന്ന മരം കൊണ്ടും മുത്തുകൊണ്ടും ഒക്കെ അവരുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ വളരെ പ്രശസ്തമാണ്. അതിനപ്പുറത്ത് മറ്റ് വലിയ വരുമാന മാർഗ്ഗങ്ങളൊന്നും അവർക്കില്ല. ഇവിടെ അകത്ത് കയറുന്നതിന് മസായികൾക്ക് പണം കൊടുക്കണം. അത് അധികമായെന്ന് ആദ്യം തോന്നിയിരുന്നെങ്കിലും അകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്ക് ആ ചിന്ത മാറി. പാട്ടും നൃത്തവുമൊക്കെയായി ഞങ്ങളും അവരുടെ കൂടെ അങ്ങ് കൂടി. പിന്നെ മലയാളികളല്ലേ, എവിടെ പോയാലും നമ്മുടെ പേര് മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ശിവദാസേട്ടൻ്റെ വക ഒരു 1.5 പെർഫോമൻസും. ഇതിൻ്റെ ഫുൾ വീഡിയോ വേറെ തന്നെ ഇട്ടിട്ടുണ്ടേ. പിന്നെയാണ് ചാട്ട മത്സരം ആരംഭിച്ചത്. അത് അവരുടെ ശക്തി പ്രകടനമാണ്. കൂടുതൽ ശക്തിയുള്ളവർക്ക് മാത്രമേ കൂടുതൽ പെണ്ണ് കിട്ടുള്ളൂ. ഇത് അറിഞ്ഞിട്ടാണോ അറിയില്ല, നമ്മുടെ കൂടെ വന്ന ഗൗതമും ചാടാൻ തുടങ്ങി. പിന്നെ അവർ കാട്ടിൽ തീയുണ്ടാക്കുന്ന വിധം കാണിച്ചു തന്നു. ചന്ദന മരത്തിൻ്റെ കഷ്ണമാണ് അടിയിൽ വയ്ക്കുന്നത്. മുകളിൽ സാൻഡ് പേപ്പർ എന്നാണ് പറഞ്ഞത്. ആ മരം എന്താണെന്ന് മനസ്സിലായില്ല. This one sandpaper. Sandpaper, sand tree. That's it. We're going
ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മുടെയൊക്കെ യാഗങ്ങളിൽ അരണി കടഞ്ഞ് അഗ്നി ജ്വലിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇവരും അഗ്നി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയും ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് അവരുടെ വീടുകൾ കാണാം. അതിനിടയ്ക്ക് കുട്ടികളുടെ കുറച്ച് വീഡിയോ എടുത്തിരുന്നെങ്കിലും അതിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. അത് കണ്ടാൽ നമുക്ക് മനസ്സ് സഹിക്കില്ല. ഈ വീടിൻ്റെ ഉൾഭാഗവും കാണുമ്പോൾ കുട്ടികളുടെ അവസ്ഥയും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് അവരുടെ കുഞ്ഞ് വീട്. മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ചുള്ളിക്കമ്പുകളും പുല്ലുകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ചുറ്റും കളിമണ്ണ് തേച്ച് പിടിപ്പിച്ചതാണ് ഈ റൂം. ഇത് കടന്നു വരുന്ന ഭാഗം. അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് കഴിയുമ്പോൾ ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. അതിൻ്റെ നടുക്ക് അവർ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കള, അതിനോട് ചേർന്ന് തൊട്ടിപ്പുറത്ത് മറ്റൊരു ബെഡ്റൂം. ഇപ്പോൾ 2 റൂമുകൾ പോലെയാണ് കിടക്കാനുള്ള 2 സൗകര്യങ്ങൾ. അതിൻ്റെ നടുക്കുള്ള ചെറിയൊരു ഭക്ഷണം പാചകം ചെയ്യാനുള്ളൊരു സ്ഥലം. അത് കഴിഞ്ഞ് ഒരു സ്റ്റോർ റൂം പോലെയോ അത്യാവശ്യം വേണ്ടി വന്ന ആൾക്കാർക്ക് കിടക്കാനോ ഒക്കെ ഉള്ളതായ ഒരു സൗകര്യമുള്ള ഒരു ചെറിയൊരു സ്ഥലം അതിനോട് ചേർന്നിട്ട് തന്നെ. അവരുടെ ജീവിതത്തെക്കുറിച്ചോർത്തുള്ള സങ്കടവും അതോടൊപ്പം അവരുടെ നിഷ്കളങ്കതയോടുള്ള സ്നേഹവും രണ്ടും ചേർന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി ഗ്രാമത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട്. ഗ്രാമത്തിന് പുറത്ത് ഒരു ക്യൂരിയോസ് ഷോപ്പുണ്ട്. അതിൽ അവരുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. അത്യാവശ്യം വിലയുണ്ട്. പക്ഷേ എന്നിരുന്നാലും വളരെ മനോഹരമായതാണ്. നമുക്ക് അലങ്കാര വസ്തുക്കളായിട്ടും ആഭരണങ്ങളായിട്ടുമൊക്കെ ധാരാളം സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ വിൽപ്പനയാണ് അവരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ദൂരെ ലോകത്തിൻ്റെ മറ്റൊരു കോർണറിൽ താമസിക്കുന്ന നിഷ്കളങ്കരായ കുറേ മനുഷ്യരെയും അവരുടെ ജീവിതത്തെയും അവരുടെ നാടിനെയും ഒക്കെ കണ്ട സന്തോഷത്തോടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റി എന്ന ഒരു നിറവോടെ ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് തിരിച്ച് യാത്രയായി. ഇനി കുറച്ച് ഫോട്ടോസും കാണാം. അതിലൊടുവിൽ ഇവിടുത്തെ കുട്ടികളുടെ ഒരു ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മസായി മാരയിലെ ഞങ്ങളുടെ സഫാരിയുടെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.